Stories of Marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ ഈ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കസ്റ്റമർ റിലേഷൻ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരാൾ കയറി വരുന്നത് മുതൽ അയാൾ വളരെ സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും ഇറങ്ങി നടക്കുന്നത് വരെ നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റാഫുകളുടെ ഒരു ഇടപെടൽ അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് ആ ഇടപെടൽ എന്ന് നമുക്ക് നോക്കാം. കാർ പാർക്കിംഗ് ഫെസിലിറ്റി, അത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഇത് പറയാൻ കാരണം, ഒരാൾ എപ്പോഴാണ് ഹോട്ടലിലേക്ക് വരുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഒരാൾ വളരെ സഡനായിട്ട് ഹോട്ടലിലേക്ക് വരുന്നത്. ഭക്ഷണം അന്വേഷിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏത് തരത്തിൽപ്പെട്ട ആളുകളായിരിക്കാം അതൊക്കെ? ചിലപ്പോൾ ബിസിനസ് പീപ്പിൾ ഉണ്ടാവാം, ഫാമിലീസ് ഉണ്ടാവാം, ടൂറിസ്റ്റുകൾ ഉണ്ടാവാം, ഗ്രൂപ്പായിട്ട് വരുന്നവരുണ്ടാവും. ഇവരൊക്കെ നമ്മുടെ ഹോട്ടലിലേക്ക്, റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുമ്പോൾ അവർ വാഹനത്തിലാണ് വരുന്നത്. ആ വാഹനത്തിൽ അവർ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുമ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി കുറച്ച് പ്രായമായവരെയാണ് സാധാരണ കാണാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ ഇടപെടൽ, അവരുടെ പെരുമാറ്റം വളരെ സ്നേഹനിർഭലമായിരിക്കണം. സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കാഴ്ചവെക്കാൻ ആ സെക്യൂരിറ്റി ചേട്ടന് സാധിച്ചിരിക്കണം. ഇത് പറയാൻ കാരണം, ഒരു നിസ്സാര കാര്യമായിട്ട് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നിയേക്കാം, പക്ഷെ ഇത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഒരു കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. അയാൾ വിശപ്പിലാണ്, ആ ഫാമിലി വിശപ്പിലാണ്. കാറ് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലിട്ടിട്ട്, റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലിട്ടിട്ട് പെട്ടെന്ന് ആ കസ്റ്റമർ ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്നേക്കാം. ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ ഒരു ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എങ്ങനെ നടത്തണം? വളരെ സ്മൈലായിട്ട് നല്ലപോലെ പെരുമാറി, സർ കാർ ഇങ്ങനെ പാർക്ക് ചെയ്താൽ മറ്റ് വാഹനങ്ങൾ വരുമ്പോൾ പ്രശ്നമുണ്ടാകും, ഒന്ന് സൈഡ് നീക്കിയിടാമോ എന്ന് സ്മൈലോടെ സംസാരിക്കണം. കാരണം അവർ നിൽക്കുന്ന അവസ്ഥ, ആ കസ്റ്റമറുടെ ഒരു മാനസിക അവസ്ഥ, മാനസിക തലം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫീലിംഗ് എന്ന് പറയുന്നത് വിശപ്പാണ്. ചിലപ്പോൾ വിശപ്പ് സഹിച്ച് വെയിലത്തായിരിക്കും, വെള്ളം പോലും കുടിക്കാതെ ആയിരിക്കും കസ്റ്റമർ കാറിനകത്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ആ കസ്റ്റമറിന് ഉണ്ടാകുകയുള്ളൂ. ശരിയാണല്ലോ? വണ്ടിയുടെ പാർക്കിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ആ കസ്റ്റമർ തയ്യാറായി എന്ന് വരില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് തികഞ്ഞാലും എങ്ങനെ മനുഷ്യരോട് ഇടപഴകണം, അത് പഠിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ലിനെ കുറിച്ചിട്ടുള്ള നല്ല അവബോധം ഈ സെക്യൂരിറ്റി ചേട്ടന് ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ നിൽക്കുന്ന മാനസിക അവസ്ഥ പലതായിരിക്കാം. വെള്ളം കുടിക്കാതെ ആയിരിക്കാൻ നിൽക്കുന്നത്, വെയിലത്തായിരിക്കാൻ നിൽക്കുന്നത്. ഇങ്ങനെ അവരുടെ മാനസിക അവസ്ഥയും തലവും വ്യത്യസ്തമാണ്. വണ്ടി റോങ് ആയിട്ട് പാർക്ക് ചെയ്ത് പോയാൽ ചിലപ്പോൾ ആ കസ്റ്റമറെ ആയിരിക്കില്ല ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നയാൾ, റെസ്റ്റോറൻറ്റ് നടത്തുന്ന മാനേജർ ചീത്ത വിളിക്കുക സെക്യൂരിറ്റി ചേട്ടനെ ആയിരിക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായി നല്ല പെരുമാറ്റം കാഴ്ചവെച്ച് സ്മൈലോടെ വണ്ടി കുറച്ചുകൂടി ബാക്കിലേക്ക് ഇടൂ, ഞാൻ സാറിന് പറഞ്ഞു തരാം, ബാക്കിൽ നിന്ന് പറഞ്ഞു തരാം, ബാക്കിലേക്ക് പോരട്ടെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് കസ്റ്റമർ ഒരു റാപ്പോ ഈ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ ചില സെക്യൂരിറ്റി നിൽക്കുന്ന ആളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ വളരെ കാര്യക്ഷമതയോടെ ഈ കാര്യം കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷെ ഇങ്ങനെ കൈകാര്യം ചെയ്യാത്തവരും ഏറെയുണ്ട്. ഒന്ന് പറയട്ടെ, ഈ രീതിയിൽ കൃത്യമായിട്ട് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഈ ഒരു ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, കസ്റ്റമർ, ഫാമിലി വളരെ പെട്ടെന്ന് തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിനകത്തേക്ക് കയറുന്നു. അവർ ഹാൻഡ് വാഷ് ചെയ്യുന്നു,
ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് വളരെ വിശാലമായി ടേബിളിൽ ഇരിക്കുന്നു. അപ്പോഴാണ് ആര് ബാക്കിൽ തട്ടുന്നത്? വെയിറ്റർ തട്ടുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും സെക്യൂരിറ്റിക്കാരൻ നേരിട്ട് പറയുന്നു, ആ വണ്ടി ഒന്ന് മാറ്റിയിടണം, വേറൊരു വണ്ടി വന്നിട്ടുണ്ട്, അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയിടായിരുന്നു എന്ന് ആര് ചോദിക്കുന്നു? സെക്യൂരിറ്റിക്കാരൻ ഈ കസ്റ്റമറോട്, ആ ടേബിളിൽ ഇരിക്കുന്ന കസ്റ്റമറോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഓണർ പറയുന്നു വണ്ടി മാറ്റിയിടാൻ പറയുന്നു. ഇത് വലിയ പ്രശ്നമായി. അദ്ദേഹം വളരെ തിടുക്കത്തിൽ ആ സീറ്റിൽ നിന്നും എഴുന്നേറ്റിട്ട് സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം, ഞാൻ വണ്ടി ഇട്ടപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഈ കാര്യം എന്നായിരിക്കും. ഞാൻ വണ്ടിയിട്ട് ഹോട്ടലിനകത്ത് കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ഇരിക്കുന്ന സമയത്ത് ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണം, മാറ്റി വണ്ടി ഇടണം, കുറച്ചുകൂടി സ്പേസ് അങ്ങോട്ട് നീക്കിയിടണം എന്ന് പറയാമായിരുന്നില്ലേ എന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ചോദിച്ചേക്കാം. അത് റിയൽ ആയൊരു ഫാക്ടറാണ്. അതിനുശേഷം കസ്റ്റമർ കാറിനകത്ത് കയറുന്നു, ദേഷ്യത്തോടെ കയറുന്നു, വണ്ടി മാറ്റിയിടാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ 1-2 പ്രാവശ്യം ശ്രമിച്ചിട്ട് മാറ്റിയിടാൻ സാധിക്കുന്നില്ല, അത് ശരിയാവുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു കസ്റ്റമർ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന ശേഷം അയാൾ കൈ കഴുകി ഫാമിലിയോടൊപ്പം ഒരു സീറ്റിൽ ഇരുന്ന ശേഷം ഈ രീതിയിൽ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, റൈറ്റിലേക്ക് വളക്കി, ഇത് ശരിയായില്ല പാർക്കിംഗ്, അയാൾ 3-4 പ്രാവശ്യം ശ്രമിച്ചു, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അയാൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഹോട്ടലിലിരിക്കുന്ന വൈഫും മക്കളും അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇങ്ങോട്ട് വാ, നമുക്ക് അപ്പുറത്തെ ഹോട്ടലിൽ കയറാം. ഇത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഉണ്ടായ സംഭവമാണ്. അതിനുശേഷം ഓർഡർ ചെയ്തിട്ടുണ്ടായി, അവർ സഡനായിട്ട് ആ പുറത്തേക്ക് ഇറങ്ങി, വൈഫും മക്കളും പുറത്തേക്ക് ഇറങ്ങി, അയാൾ വണ്ടി ബാക്കിലേക്ക് എടുത്തു, നേരെ വേറെ ഹോട്ടലിലേക്ക് പോയി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മറ്റൊരു ഏരിയ എന്താണ്? ചില സാഹചര്യത്തിൽ സാറാ കീ ഒന്ന് തരാമോ, ഞാൻ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഒന്ന് വണ്ടി സൈഡ് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. ഹോട്ടലിലേക്ക് കയറുന്നതിന് മുമ്പ് കീ ഒന്ന് തരാമോ, കാറിൻ്റെ കീ ഒന്ന് തരാമോ, മറ്റു വണ്ടി വരുമ്പോൾ ഞങ്ങൾ അത് അറേഞ്ച് ചെയ്ത് ഇട്ടോളാം എന്നൊക്കെ പറയും. ഒരു കാർ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. അവരുടേതായ പല കാര്യങ്ങളും, പല പേപ്പേഴ്സും, പല പ്രോഡക്റ്റുകളും, ചിലപ്പോൾ ഗോൾഡൊക്കെ ഉണ്ടാകാം, അതൊക്കെ അവർ പർച്ചേസ് കഴിഞ്ഞിട്ട് അവർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരികയാണെങ്കിൽ ചിലപ്പോൾ കീ തന്നോളണമെന്ന് നിർബന്ധമില്ല. ശരിയാണോ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ കീ തരണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ കയ്യിലേക്ക് കീ തരണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ കീ തരില്ല അവർ, ഞങ്ങൾ മാറ്റിയിട്ടിട്ട് ശരിയായില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നവും സംഭവിക്കാം. കസ്റ്റമർ റിലേഷനിൽ ഒരു കാർ പാർക്കിങ്ങിൻ്റെ കാര്യം വരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വലിയൊരു ഏരിയയാണെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് നേരത്തായാലും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരാൾ ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ അവരെ, ആ കുടുംബത്തെ, അല്ലെങ്കിൽ ആ ബിസിനസ് പീപ്പിളിനെ, ഏത് മനുഷ്യനായിക്കോട്ടെ, റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്ക്, സ്റ്റാഫുകൾക്ക്, അവിടെയുള്ള ഓണേഴ്സിന്, എല്ലാവർക്കും തന്നെ മനുഷ്യത്വപരമായ നല്ല പെരുമാറ്റം കൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ കീഴ്പ്പെടുത്തിയാൽ പിന്നെ നിങ്ങളുടെ നല്ല മനസ്സോടെ നൽകുന്ന നിങ്ങളുടെ ഭക്ഷണം കൂടി നൽകുമ്പോൾ അവരുടെ വയറ് പൂർണ്ണമായും നിറഞ്ഞുകൊള്ളും. അവർ സംതൃപ്തി അടഞ്ഞ് ഹോട്ടലിൽ നിന്നും ഇറങ്ങി നടക്കാൻ അവർക്ക് സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.